ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 6 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. 15 ഗ്രാം വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 1 നാരങ്ങ, കുറച്ച് കറിവേപ്പില, 1 സവാള. ആദ്യമായിട്ടാണ് നാരങ്ങ ഒന്ന് പീസാക്കുവാണ്. നാരങ്ങയുടെ പീസ് ഒരു 1/2 പീസ് നമ്മളാ ചിക്കനകത്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി വെക്കുക. ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത് മൂന്നും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതൊന്ന് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. മിക്സിയിലേക്ക് നമ്മൾ വെച്ചിട്ട് അപ്പോൾ നമ്മളിത് പേസ്റ്റാക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലാതെ വെച്ചാലും കുഴപ്പമില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഒരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തത് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദപ്പൊടിയാണ്. ഒരു 4 ടീസ്പൂൺ മൈദപ്പൊടി, 4 ടീസ്പൂൺ മൈദപ്പൊടി. അപ്പം 2 ടീസ്പൂൺ കോൺഫ്ലോർ പൊടി ഇടുന്നുണ്ട്. കോൺഫ്ലോർ അപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ മസാലപ്പൊടി, വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഇതൊരു പ്രത്യേകതരം മസാലയാണ്. ഇതിൻ്റെ ചേരുവകൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതൊരു ടീസ്പൂൺ ഇടുന്നുണ്ട് മസാലപ്പൊടി. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ പൊടിയെല്ലാം ഒന്ന് നല്ലോണം ഈ മാവുമായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം, അത് പുട്ടിൻ്റെ ഒരു പരുവുണ്ടല്ലോ, അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടരുത്, വെള്ളം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയും ഇതെല്ലാമായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ചിക്കനൊക്കെ മസാല പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിക്കാനുള്ള പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ വീത്താം. അപ്പോൾ എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ, മസാലയൊക്കെ ചേർത്ത ചിക്കൻ അങ്ങോട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇളക്കി കിടക്കുന്ന നല്ല ഉണ്ടാകും. നല്ല റെഡ് പരുവത്തിലായിട്ടുണ്ട്. അത് 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. കോരാൻ സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുക. അടിപൊളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതാ നല്ല പരുവ അടിപൊളി ചിക്കൻ ഫ്രൈ റെഡിയായി എടുത്തിട്ട് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കറിവേപ്പിലേക്ക് ഒന്ന് കോരി തന്നെ മുകളിലേക്ക് വെച്ച് സെറ്റാക്കി എടുക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.